സ്തോത്രം. ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് ഈ നിലയിൽ ഈ ഭവനത്തിൻ്റെ തണലിൽ ഒന്നിച്ചു കൂടുവാൻ കർത്താവ് വഴിയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നുപോയത്. പല ജില്ലകളും പ്രളയത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിൻ്റെ ദുരന്തത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക ആരാധനാലയങ്ങളിലൊക്കെ വെള്ളം കയറി അതൊക്കെയും അടച്ചിടുന്ന അവസ്ഥയിലേക്കൊക്കെ കടന്നു പോയിരിക്കുകയാണ്. സ്തോത്രം. നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സമസൃഷ്ടങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ വഹിക്കുവാനും കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വാത്സല്യ ഭവനം ഈ ദേശത്ത് സ്വഭാവവ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒന്നിച്ച് വന്നുകൂടി കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും തക്കവണ്ണം ഒരുക്കുന്ന ഈ സാഹചര്യത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ ഭവനത്തെ കർത്താവ് ഇനിയും അധികമായി എന്നെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇരുപ്പാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഇത് യേശു കർത്താവ് നിക്കോദിമോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്. നിക്കോദിമോസ് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതെ, ന്യായപ്രമാണം അണുവിട തെറ്റാതെ അനുസരിക്കുകയും അത് കർക്കശമായി ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പരീശനായിരുന്നു നിക്കോദിമോസ്. കൂടാതെ യഹൂദന്റെ മതകോടതിയായുള്ള സന്നദ്ധി സംഘത്തിനകത്തെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. അതിസമ്പന്നനായിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ സാമൂഹികമായും മതപരമായും ഒക്കെ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. യേശു കർത്താവ് തന്നെ നിക്കോദിമോസിനെ അവിടെ സംബോധന ചെയ്യുന്നൊരു ഭാഗമുണ്ട്. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ആ നിലയിലുള്ളൊരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 50-51 വായിക്കേണ്ട 50-51 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സന്നദ്ധി സംഘം കൂടുന്ന സമയത്ത് യേശുവിനെ അനുകൂലമായി സംസാരിച്ചൊരു വ്യക്തി കൂടെയാണ് നിക്കോദിമോസ്. ഒരുവനെ ന്യായപ്രമാണം അനുസരിച്ച് വിധിക്കണമെങ്കിൽ അവന്റെ ഭാഗം കൂടെ കേൾക്കണം എന്നുള്ള കാര്യം അവിടെ ഓർപ്പിക്കുവാൻ തക്കോണം നിക്കോദിമോസ് ഓർപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആ നിലയിൽ യേശുവുമായി വലിയൊരു ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടെ ആയിരുന്നു നിക്കോദിമോസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാത്രി സമയത്താണ് നിക്കോദിമോസ് ആമേൻ സ്തോത്രം യേശുവിന്റെ അടുക്കൽ വരുന്നത്. അവിടെ വരുമ്പോൾ യേശു കർത്താവ് ഇവനോട് പറയുകയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയെന്നല്ല, കാണുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്റെ ഒരു സംസ്കാരവും ചിന്തയും അനുസരിച്ച് അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി സ്വർഗരാജ്യത്തിന് അവൻ അവകാശിയാണ്. സ്തോത്രം. ഈ പ്രമാണം കൃത്യമായി അറിയാമെന്ന നിക്കോദിമോസിന് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. വളരെ ശക്തമായ ഒരു ആമേൻ സ്തോത്രം ഈ കാലഘട്ടത്തിന്റെ ഒരു വചന വെളിപ്പാടാണ്
ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം ആമേൻ സ്തോത്രം നമ്മുടെ നടുവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ സ്തോത്രം അത് പരിശുദ്ധ ആത്മാവ് പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ വെളിപ്പാട് വെളിവായി കിട്ടുവാനിടയായി തീരുകയുള്ളൂ. ആമേൻ സ്തോത്രം. അപ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ എത്തിയിരിക്കുന്ന ആമേൻ നിക്കോദിമോസിനോട് ഈ യേശു കർത്താവ് പറയുകയാണ്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ആമേൻ സ്തോത്രം സ്വർഗരാജ്യം കാണുക ഇല്ല. സ്തോത്രം ഹല്ലേലൂയ. ഈ നിക്കോദിമോസിനെ കുറിച്ച് പറയാനൊരു കാര്യം കൊണ്ട് വിട്ടുപോയി. വളരെ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ആമേൻ സ്തോത്രം ചെയ്യുന്ന ഒരു വിഷയമാണത്. യേശു കർത്താവിൻ്റെ മരണം, കർത്താവ് ക്രൂശിൽ മരിച്ചു കിടക്കുമ്പോൾ അരിമത്യക്കാരനായ യോസഫ് തൻ്റെ ശവശരീരം ആ ക്രൂശിൽ നടക്കി അടക്കം ചെയ്യുവാൻ തക്കവണ്ണം പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. അങ്ങനെ അത് അടക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള യഹൂദന്റെ സംസ്കാരം അനുസരിച്ച്, യഹൂദന്റെ രീതി അനുസരിച്ച് ആ ഒരു അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏകദേശം 75 റാത്തൽ 33 കിലോയോളം വരുന്ന വളരെ വില കൂടിയ രാജകീയമായ ഒരു അടക്കത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഈ നിക്കോദിമോസ് ആണ് കൊണ്ടുവന്നത്. സ്തോത്രം ഹല്ലേലൂയ. ആ നിലയിൽ യേശുവിന്റെ ഒരു രഹസ്യ ശിഷ്യനായി തുടരുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും ആ നിലയിലുള്ള അനേകരുണ്ട്. സ്നാനപ്പെട്ടിട്ടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞിട്ടും സാമൂഹികമായ അവരുടെ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് കാരണം അവൻ നിൽക്കുന്നിടം വിട്ടു വരാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട്, അല്ലെ? സ്തോത്രം ഹല്ലേലൂയ. അവരെയൊക്കെ ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈ ആലപ്പുഴ പട്ടണത്തിനകത്ത് കർത്താവ് ചിലരെ വിളിച്ച് വേർതിരിപ്പാൻ തക്കവണ്ണം അവൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വമാകുവാൻ, ദൈവസഭയുടെ വളർച്ചയ്ക്ക് അത് മുഖാന്തരമായി തീരുവാൻ ഈ ദിവസങ്ങളിൽ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആ നിലകളിൽ ആമേൻ ഹല്ലേലൂയ യേശു പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. അതിന്റെ ആരംഭിക്കുന്നത് ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ സാധാരണ പ്രാർത്ഥനയുടെ അവസാനമാണ് ഈ ആമേൻ പറയുന്നത്, അല്ലെ? സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ യേശു ഇവിടെ ഒരു കാര്യം പറയുന്നതിന്റെ ആരംഭത്തിൽ തന്നെ ആമേൻ സ്തോത്രം ആമേൻ ആമേൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. ഈ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്രകാരം തന്നെ ആമേൻ സ്തോത്രം നിശ്ചയമായിട്ടും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അതങ്ങനെ തന്നെ എന്ന് തന്നെയുള്ള അർത്ഥങ്ങളാണ് ആമേൻ എന്നുള്ള വാക്കിനുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിച്ച കാര്യം അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതാണ് ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവിടെ 2 തവണ യേശു കർത്താവ് ആമേൻ ആമേൻ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്ത് ഒരു വലിയ ദൈവിക വെളിപ്പാടുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ പരമാധികാരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാർ ആമേൻ സ്തോത്രം ജനങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. യഹോവയാകുന്ന ദൈവം അരുളി ചെയ്തു. ഹല്ലേലൂയ. അവരുടേതായിട്ടുള്ള നിലയിലോ അവരുടെ അധികാരത്തിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്. ദൈവം എന്താണോ അവർക്ക് കൊടുക്കുന്നത് അത് അവർ ജനത്തിന് കൈമാറുക. എന്നാൽ യേശു ഇവിടെ പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവികമായ ഒരു അധികാരം ഹല്ലേലൂയ സ്തോത്രം അതിനകത്തൂടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. വചനം പറയുന്ന ദൈവത്തിന്റെ ശബ്ദം ഞാൻ തന്നെയാണെന്ന് ആമേൻ സ്തോത്രം യേശുവോടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആമേൻ ഹല്ലേലൂയ. ഈ ആമേന് ആമേൻ ആമേൻ എന്നുള്ള വാക്ക് ഈ സുവിശേഷത്തിനകത്ത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 25 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മാറിപ്പോകാത്ത ആമേൻ സ്തോത്രം നീക്കം വരാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ വളരെ ശക്തമായി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദൈവിക അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് കർത്താവ് പ്രസ്താവിക്കുക. ഹല്ലേലൂയ. ഞാൻ ഈ വീണ്ടും ജനനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറയാനാണ് ആമേൻ സ്തോത്രം ഈ മുഖവരകളൊക്കെ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത്രമാത്രം ഡെപ്ത് ആയിട്ടുള്ള ഒരു വിഷയമാണ് കർത്താവ് പറയുന്നത്.
ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ അവന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ജനിച്ചപ്പം മുതൽ കേട്ടുകൊണ്ടിരുന്ന വിശ്വാസത്തിന്റെ എല്ലാ ആമേൻ സ്തോത്രം ചിന്തകളെയും തെറ്റിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം സ്വർഗരാജ്യം അവകാശമാക്കണമെന്നുണ്ടെങ്കിൽ, സ്വർഗരാജ്യം കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജനിക്കണം എന്നുള്ള ആ ഒരു ആമേൻ സ്തോത്രം സ്റ്റേറ്റ്മെന്റ് ആമേൻ സ്തോത്രം അവന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായിട്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചിന്തകളെ ജനിപ്പിക്കുവാൻ തക്കൊണ്ട് അടിയായിത്തീർന്നു. സ്വാഭാവികമായിട്ട് ആരും ചോദിക്കുന്നൊരു ചോദ്യം അവനും ചോദിച്ചു, ഹല്ലേലൂയ, എനിക്ക് ഇത്രയും പ്രായമുണ്ടല്ലോ, ഞാൻ ഇനിയും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിപ്പാൻ കഴിയുമോ? സ്തോത്രം ഹല്ലേലൂയ. യേശു വീണ്ടും പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ വീണ്ടും സ്വർഗരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. സ്തോത്രം. മതി. ആമേൻ എന്നവൻ, യേശുവിന്റെ ആമേൻ സ്തോത്രം. ആമേൻ എന്നുള്ളത് വെറും ഒരു വേർഡ് മാത്രമല്ല, യേശുവിന്റെ ഒരു നാമം കൂടെയാണ് ആമേൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 1:20 വാക്യം. ആമേൻ എന്ന് തന്നെ. അപ്പോൾ യേശുവിന്റെ നാമമാണ് ആമേൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യേശുവിന്റെ പ്രകൃതമാണ് ഹല്ലേലൂയ ആമേൻ ആമേൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ സകല വാഗ്ദത്തങ്ങളും ഉവ്വ് എന്നും ആമേൻ എന്നുമാകുന്നു. ദൈവവചനത്തിൽ ആമേൻ നമുക്ക് ലഭിച്ചിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ഉവ്വ് എന്നും ആമേൻ എന്നുമാകുന്നു. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്നാൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, ദൈവിക വാഗ്ദത്തങ്ങൾ, അതിന് ഒരു നാളിലും മാറ്റമില്ല. അത് യേശുവിന്റെ പ്രകൃതമാണ്. ഹല്ലേലൂയ. അതും ആമേനാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആമേൻ ഇവിടെ പറയുകയാണ്, ആമേൻ വെള്ളത്താലും ആമേൻ സ്തോത്രം ആത്മാവിനാലും ആമേൻ വീണ്ടും ജനനം പ്രാപിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ വെള്ളത്തെ ഇവിടെ കാണിക്കുന്നത് ആമേൻ സ്തോത്രം കർത്താവിന്റെ വചനത്തെയാണ്. എഫെസ്യ ലേഖനം 5:26 വാക്യം ഒന്ന് വായിക്കാം. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ശുദ്ധീകരണത്തിനായിട്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെയാണ് ഇവിടെ വെള്ളം എന്ന് കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വചനത്താലുള്ള ശുദ്ധീകരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ ആമേൻ സ്തോത്രം അവന്റെ നിർജീവ മനസാക്ഷിയിൽ പാപബോധമുണ്ടാകുകയും ആമേൻ സ്തോത്രം അവന് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ആമേൻ ഹല്ലേലൂയ സ്തോത്രം വ്യക്തികളെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വെള്ളത്താൽ ആത്മാവിനാലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം ജനിക്കണം. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ ആമേൻ സ്തോത്രം ആത്മാവിനാലുള്ള ജനനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൽ ജനിക്കുക. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആദിമ പിതാവായിട്ടുള്ള ആദമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഒരു രൂപം മാത്രമായിരുന്നു. ദൈവം തന്റെ ശ്വാസം അവന്റെ ഉള്ളിലേക്ക് ഊതിയപ്പോഴാണ് അവന് ജീവൻ ഉണ്ടായത്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. പാപത്തിൽ മരിച്ച ആമേൻ സ്തോത്രം ആത്മാവിന് ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശുദ്ധീകരണം മാത്രം പോരാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന ജീവനും കൂടെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളത്താലും ആത്മാവിനാലും ഹല്ലേലൂയ സ്തോത്രം മാത്രമേ ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ജനനത്തിന്റെ പ്രക്രിയ പൂർത്തിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അവിടെ അടുത്ത വാക്യത്തിൽ കാണുകയാണ് ഒരു കാറ്റിന്റെ ഉപമയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതൊന്നുകൂടെ വായിക്കാമോ? ആമേൻ സ്തോത്രം.
കാറ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയത്തില്ല, സ്തോത്രം. പക്ഷെങ്കിൽ അത് അടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരത്തിന്റെ ചില്ലകൾ അനങ്ങും, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ ഇടിക്കും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാകും കാറ്റടിക്കുന്നുണ്ടെന്ന്, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും ഇതുപോലെയാണ്, ഹല്ലേലൂയ, സ്തോത്രം. ആ ആത്മാവ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ആമേൻ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല, എന്നാൽ ഹൃദയത്തിനകത്തേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഒരുവന്റെ ആത്മാവിലേക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, അത് അതിന്റെ ഇഷ്ടം പോലെ, ആമേൻ, സ്തോത്രം, പ്രവൃത്തികൾ ചെയ്തെടുക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവനുണ്ടാകുന്ന മാറ്റത്തിലൂടെ, വ്യക്തിക്കുണ്ടാകുന്ന മാറ്റത്തിലൂടെ, ആമേൻ, സ്തോത്രം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഇവൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണ് എന്നുള്ള കാര്യം, ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്, ഈ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത് നമുക്കറിയത്തില്ല, ഹല്ലേലൂയ, സ്തോത്രം. ശാസ്ത്രം ഇത്രയെല്ലാം വളർന്നിട്ടും ഇന്നും, ഹല്ലേലൂയ, സ്തോത്രം, പലപ്പോഴും തെറ്റിപ്പോകുന്ന സങ്കീർണമായ ഒരു കാര്യമാണ് ഈ കാറ്റുകളെ കുറിച്ചുള്ളത്. കാറ്റ് എവിടുന്ന് ആരംഭിക്കുന്നു, എവിടേക്ക് പോകുന്നു, ഇതിനെക്കുറിച്ച് അറിയത്തില്ല, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇതുപോലെയാണ്, ഹല്ലേലൂയ, സ്തോത്രം. അത്, ആമേൻ, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനോ, ആമേൻ, സ്തോത്രം, നമ്മുടെ കൺട്രോളിൽ നിർത്തുവാനോ കഴിയുന്ന ഒരു കാര്യമല്ല, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരുവന്റെ, ആമേൻ, ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ വീണ്ടും ജനനം എന്ന പ്രക്രിയയുടെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അനുഭവമാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ന്യൂ ക്രിയേഷൻ, ഹല്ലേലൂയ, പുതിയ സൃഷ്ടി. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നിരിക്കുന്നു, ഹല്ലേലൂയ. ഒന്നിനെ റിപ്പയർ ചെയ്ത്, അവൻ സ്വതന്ത്രം മോഡിഫൈ ചെയ്ത് കൊണ്ടിരുന്നൊരു സിസ്റ്റം അല്ല ഇവിടെ പറയുന്നത്. പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് പുതിയതൊന്നിനെ ഉളവാക്കിയെടുക്കുക, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. യേശു, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ചെയ്ത പ്രവൃത്തി, ആമേൻ, പഴയതിനെ റിപ്പയർ ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച്, ആമേൻ, പുതിയ ഒന്നിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്, ഹല്ലേലൂയ, ന്യൂ ക്രിയേഷൻ, ഹല്ലേലൂയ. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ, ആമേൻ, പുതിയ സൃഷ്ടികളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ആമേൻ. ഏതോ ഒരു സമയത്ത്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട്, ആമേൻ, വീണ്ടും ജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി തീരുവാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ചു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പുതിയ സൃഷ്ടി ആയിത്തീരുക, ഹല്ലേലൂയ, ന്യൂ ക്രിയേഷൻ, ഹല്ലേലൂയ. ആത്മീയമായ ഒരു റീബർത്ത്, സ്പിരിച്വൽ റീബർത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി തീരുക, ഹല്ലേലൂയ. അവിടെ പാപമോചനമുണ്ട്, ആമേൻ, സ്തോത്രം, വിടുതലുമുണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഇത് നമ്മുടെ ആത്മാവിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ മനുഷ്യനെ 3 തലങ്ങളായി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, ദേഹി, ദേഹം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിൽ അത് വളരെ വ്യക്തമായിട്ട് 1 തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5:23. ആത്മാവും പ്രാണനും ദേഹവും, സ്തോത്രം, ആമേൻ. ആത്മാവ്, സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാമത് ആത്മാവാണ്. ആത്മാവ്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് ഈ പരിവർത്തനം സംഭവിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവികമായ കണക്ഷൻസ് എല്ലാം ആത്മാവിലാണ് കിടക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാകുന്നത് അവന്റെ ആത്മാവിലാണ് പുതിയ സൃഷ്ടിയായി തീരുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആദമിൽ നിന്ന് ജനിച്ച്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, വരുന്ന മനുഷ്യവർഗം മുഴുവനും, ആമേൻ, പാപത്തിലാണ് ജനിച്ചു വരുന്നത്, ഹല്ലേലൂയ. ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയും പാപത്തിലാണ് ജനിക്കുന്നത്, അതിനൊരു മാറ്റവുമില്ല. എന്നാൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ന്യായപ്രമാണത്തിനോ കൽപ്പനകൾക്കോ മനുഷ്യനെ, ആമേൻ, ദൈവത്തോട് അടുപ്പിക്കാൻ കഴിയാതിരുന്നപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ, ആമേൻ, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ.
ഈ കർത്താവിനെ ആരാണോ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത്, അവനാണ് പുതിയ സൃഷ്ടിയായി തീരുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, പുതിയ സൃഷ്ടിയായി തീരുന്നത് ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിലാണ് ഈ ചേഞ്ചസ് സംഭവിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ദേഹിയും ആമേൻ ദേഹവും, ഹല്ലേലൂയ സ്തോത്രം, സോൾ, ആമേൻ, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഹല്ലേലൂയ സ്തോത്രം. ഈ ദേഹിയിൽ ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, വേണ്ടും വിധത്തിലുള്ള ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. ദേഹത്തിലും ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് പൂർണ്ണമായി മാറുന്നൊരു ദിവസമുണ്ട്. കർത്താവ് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നാം രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ, ഈ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകും. ഹല്ലേലൂയ, മധ്യാകാശത്തിൽ അവനോടൊപ്പം ചേരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി മേഘങ്ങളിൽ അവനോടുകൂടി എടുക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ഈ ദേഹം, ദേഹി, ആത്മാവ്, സ്തോത്രം, ഈ ദേഹിയിലാണ് മനസ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, ഇച്ഛാശക്തി, ചിന്തിക്കുക, സ്നേഹിക്കുക, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ലോകത്തോട് പ്രതികരിക്കുക, ഈ നിലയിലുള്ള ചിന്തകളും വിചാരങ്ങളും എല്ലാം കടന്നു പോകുന്ന ഭാഗമാണ് ദേഹി. ഹല്ലേലൂയ സ്തോത്രം. ദേഹം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അനുഭവിച്ചറിയുന്ന ഭാഗമാണ് ദേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ദേഹമാണ്. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, ആമേൻ സ്തോത്രം, ഒരു പുതിയ സൃഷ്ടി. ആമേൻ, ക്രിസ്തുവിൽ ഒരുവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. വചനത്തോട് ഉള്ള അമിതമായൊരു ദാഹം ഉണ്ടാകും. ഹല്ലേലൂയ. ക്രിസ്തു അകത്ത് വന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, ദൈവവചനത്തോട് ആമേൻ അമിതമായൊരു ദാഹം, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, അവന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകും. ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ളൊരു ആവേശം അവനുണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. വചനം, ആമേൻ സ്തോത്രം, പ്രാർത്ഥന, ആമേൻ, ഹല്ലേലൂയ. അവനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആമേൻ സ്തോത്രം കാണാൻ കഴിയും. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന വ്യക്തിയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ പുറത്തു വരുന്നതാണ് ഈ ആത്മാവിന്റെ ഫലങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇതൊരു പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ എങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് അന്യോന്യ സ്നേഹമുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, മരണം വിട്ട് നാം ജീവനിലേക്ക് വന്നിരിക്കുക. ഏത് മരണമാ? ഹല്ലേലൂയ, ആത്മീയമായ മരണം. ആമേൻ കാത്തുകിടന്ന ആമേൻ സ്തോത്രം ഒരു കുറ്റവാളി, ആമേൻ, അവന് മരണശിക്ഷ വിധിച്ച് ജയിലിൽ കഴിയുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, പാപത്തിന്റെ ശമ്പളമായുള്ള മരണം കാത്ത് ആമേൻ കിടന്ന എന്നെയും നിങ്ങളെയും ആമേൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ നൽകി വീണ്ടെടുത്തപ്പോൾ, അവനെ നാം കൈക്കൊണ്ടപ്പോൾ, നാം മരണം വിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ജീവൻ വന്നവന്റെ ഉള്ളിൽ എന്തുണ്ട്? യേശുവിന്റെ സ്നേഹമുണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ നമുക്കറിയാം, ഹല്ലേലൂയ, ഇവൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ. ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 12-ന്റെ 2-ാമത്തെ വാക്യം. ദിനംതോറും മനസ്സ് പുതുക്കി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ സ്തോത്രം.
നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഇപ്പോൾ നാം പൊക്കോണ്ടിരിക്കുന്നത് വിശുദ്ധീകരണത്തിലൂടെയാണ്. ആമേൻ, സ്തോത്രം. എന്നാൽ ഇനി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്താണ്? തേജസ്കരണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. എന്തിനു വേണ്ടിയിട്ടാ? പൂർണ്ണമായ രൂപാന്തരത്തിന് വേണ്ടി. നാം അംശമായത് ഇന്ന് കാണുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. ഹല്ലേലൂയ. നമ്മളെ കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, അരുമ മണവാളനെ എതിരേൽപ്പാൻ തക്കവണ്ണം ആമേൻ സഭയാകുന്ന മണവാട്ടിയെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ദിനത്തോറും രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. നാം അറിയാതെ നമ്മളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആമേൻ, നമുക്ക് തന്നെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു 10 വർഷം മുമ്പുള്ള നമ്മളല്ല. ആമേൻ, സ്തോത്രം. ഇപ്പം അല്ലേ, സ്തോത്രം, അതിനകത്ത് ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ആമേൻ, ഹല്ലേലൂയ, ഗൈഡൻസിലല്ല നാം പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയമായി നമുക്ക് വളർച്ച ഇല്ല എങ്കിൽ, അടുത്തൊരു സ്റ്റേജിലേക്ക്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നാം പോകുന്നില്ല എങ്കിൽ, വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ, വേർപാടിനോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ എവിടെയോ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, വിടവ് സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ സൃഷ്ടിയാകുന്ന ഒരു വ്യക്തിയിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പഴയ ജീവിതത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മള് പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ആമേൻ, ഹല്ലേലൂയ. അവന്റെ അടിമത്തത്തിൽ കിടന്നതിൽ നിന്ന് നാം പുതിയൊരു സൃഷ്ടിയായി മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ആമേൻ സ്ഥാനങ്ങളുണ്ട്, ചില പദവികളുണ്ട്, ആമേൻ, ചില അനുഗ്രഹങ്ങളുണ്ട്. ആമേൻ, അതിൽ ഒന്നാമത്തേതാണ് ആമേൻ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഒരു പുതിയ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം, ഒരു പദവി. ഹല്ലേലൂയ. ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ. അവൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊണ്ടതോടെ നമ്മൾ ആരായി തീർന്നു? ഹല്ലേലൂയ, സ്തോത്രം. എന്നേക്കുമായി പിതാവിൽ നിന്ന് അകന്നുപോയ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യവർഗത്തെ തിരിച്ചു പിടിക്കുവാൻ യേശു കർത്താവ് തന്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അതിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അവകാശം ലഭിച്ചു. ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് ആമേൻ നമുക്ക് ലഭിച്ചത്. യേശു ക്രിസ്തുവിലൂടെ ആമേൻ, പിതാവാകുന്ന ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അവകാശം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. റോമാലേഖനം 8-ന്റെ 15-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചാട്ടെ. സ്തോത്രം. അതിനെ കുറച്ചും കൂടെ ഉറപ്പിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു അടിമത്തത്തിനകത്തുനിന്ന് നമ്മളെ വിടുവിച്ചു കൊണ്ട് വന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് തന്നിരിക്കുന്നത് ആമേൻ അടിമയുടെ അഡ്രസ് അല്ല, ആമേൻ, ഹല്ലേലൂയ, ഉടമയുടെ അഡ്രസ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്നും നമ്മൾ അടിമകളല്ല. ആമേൻ, ആ അടിമ നുഖത്തിൽ നിന്ന് യേശു നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് നാം പുത്രത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. ആമേൻ. ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം, ആമേൻ, ക്രിസ്തു യേശുവിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അവന്റെ പുത്രനാണ്, ഞാൻ അവന്റെ പുത്രിയാണ്. ഹല്ലേലൂയ. ഇത് ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അടുത്തൊരു പൊസിഷനാണ് എഫേസ്യ ലേഖനം 2-ന്റെ 7-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഞാൻ തുടർമാനമായ ചില വാക്യങ്ങൾ വായിപ്പിക്കും. അത് വചനത്തിനകത്തുനിന്ന് നമുക്കതിന്റെ തികവുണ്ടാകണമല്ലോ, ആമേൻ, തെളിവുണ്ടാകണമല്ലോ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ന്റെ 7-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്
സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ആമേൻ ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതലിന്റെ പൊസിഷൻ എവിടെയാ? ഹല്ലേലൂയ സ്തോത്രം. അവനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം സ്വർഗ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് രണ്ട് രാജ്യത്തിന്റെ ആമേൻ ഹല്ലേലൂയ പൗരത്വമുള്ളവരാ. ഹല്ലേലൂയ സ്തോത്രം. നാം ഹല്ലേലൂയ ഇന്ത്യയിൽ ജനിച്ചു, ഇവിടെ നമുക്കൊരു പൗരത്വമുണ്ട്. അപ്പോൾ തന്നെ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഹല്ലേലൂയ സ്തോത്രം അവനിൽ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ നമുക്ക് ലഭിച്ചൊരു പൗരത്വമുണ്ട്, സ്വർഗീയ പൗരത്വം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് പൗരത്വമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ഇത് നാം മറന്നു പോകരുത്. സ്വർഗീയ പൗരന്മാരാണ് നമ്മൾ. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സ്ഥാനം. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് ആമേൻ ഹല്ലേലൂയ ദൈവ മക്കളായി തീരുവാൻ, ആമേൻ ഹല്ലേലൂയ അവന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുവാനുള്ള ആമേൻ ഒരു സ്ഥാനക്കയറ്റം നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. രണ്ടാമത് സ്വർഗ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ യേശുവിനോട് കൂടെ നമ്മളെ ഇരുത്തുവാൻ കോണവടിയായി തീർന്നു. ഇന്ന് നമ്മുടെ ആത്മാവിന്റെ പൊസിഷൻ എവിടെയാ? ആമേൻ ഹല്ലേലൂയ സ്വർഗ സ്ഥലങ്ങളിൽ ആമേൻ യേശുവിനോട് കൂടെയാണ്. നമ്മുടെ ശരീരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം നമ്മുടെ ആത്മാവ് ആമേൻ ക്രിസ്തുവിനോട് കൂടെ സ്വർഗ സ്ഥലങ്ങളിലായിരിക്കുക. ഹല്ലേലൂയ. ആമേൻ ഈ ഒരു ആത്മീയ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇന്ന് രാത്രികാലം വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത വാക്യം ആമേൻ സ്തോത്രം 1 പത്രോസ് 2:9 വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ജനം ആയിത്തീരുവാൻ ഹല്ലേലൂയ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. വീണ്ടും ജനനം പ്രാപിച്ചതിലൂടെ, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായതിലൂടെ ആമേൻ ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരുവാൻ. ആമേൻ സ്തോത്രം. അടുത്തായി പറയുവാണ് രാജകീയ പുരോഹിത വർഗം. ഹല്ലേലൂയ. പഴയ നിയമം നാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഒന്നിൽ രാജാവായിരിക്കാം, അല്ലെ പുരോഹിതനായിരിക്കാം. ഈ രണ്ട് ശുശ്രൂഷകളും കൂടെ ഒരാൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഈ രണ്ട് ശുശ്രൂഷയും ഒരുപോലെ ചെയ്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ യേശു കർത്താവ് മാത്രം. ഹല്ലേലൂയ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഹല്ലേലൂയ. അവനോടാകുന്നു നമുക്ക് ഹല്ലേലൂയ സ്വീകാര്യമുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ മറ്റൊരവസ്ഥയാണ് ഹല്ലേലൂയ സ്തോത്രം രാജകീയ പുരോഹിത വർഗമായി തീരുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അടുത്തൊരു സംഭവമാണ് അവൻ 2 കൊരിന്ത്യർ 5:20 വാക്യം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:20 വാക്യം. ആകയാൽ സ്ഥാനാപതികളായി ആമേൻ സ്തോത്രം. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്, അംബാസിഡേഴ്സ് ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഈ പുതിയ സൃഷ്ടിക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ആണ് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്ഥാനാപതി. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ ഒരു അംബാസിഡർ മറ്റൊരു രാജ്യത്തുണ്ടെങ്കിൽ ആ ആമേൻ സ്തോത്രം അതിനുവേണ്ടി പ്രത്യേകമായ ആമേൻ ഹല്ലേലൂയ സെറ്റപ്പുകൾ അവിടെ ഉണ്ടാകും. ആമേൻ സ്തോത്രം. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആമേൻ ഡയറക്റ്റ് ഒരിക്കലും മറ്റൊരു രാജ്യത്തിലേക്കല്ല ഇടപെടുന്ന, അവിടുത്തെ പ്രസിഡന്റിനോടോ പ്രധാനമന്ത്രിയോടോ അല്ല ഇടപെടുന്നത്. മറിച്ച് ആമേൻ ഹല്ലേലൂയ ഇവിടുന്ന് അവിടേക്ക് അയച്ചേക്കുന്ന ഒരു അംബാസിഡർ ഉണ്ട്. ഹല്ലേലൂയ. ആ അംബാസിഡറുമായിട്ടാണ് ആദ്യമേ ബന്ധപ്പെടുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അംബാസിഡേഴ്സ് ആയി ആമേൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ഹല്ലേലൂയ ആമേൻ അവന്റെ വിവരങ്ങളെ ആമേൻ ഹല്ലേലൂയ ഇവിടെ കൈമാറുവാൻ തക്കവണ്ണം, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. പ്രിയരെ, ഈ തെരഞ്ഞെടുപ്പ് ഹല്ലേലൂയ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു സകലകാലങ്ങൾക്കും മുമ്പേ ആമേൻ ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാകുന്നതിന് മുമ്പേ ആമേൻ ഹല്ലേലൂയ നിത്യതയിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മളെ കണ്ടു. ഹല്ലേലൂയ അമ്മേ ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. മറ്റൊരു സ്ഥലത്ത് പറയുക, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ.
ആമേൻ കാണുക മാത്രമല്ല നിന്നെ പേർ ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നതിന് മുമ്പേ നമ്മളെ പേര് ചൊല്ലി വിളിച്ചൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സകല കാലങ്ങൾക്ക് മുമ്പേയുള്ള തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിന്റെ സ്ഥാനാപതി. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നമ്മൾ കാണുന്നു ആമേൻ ദൈവത്തിൽ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും. റോമാലേഖനം വായിക്കേണ്ട. റോമാലേഖനം 8:17 വാക്യത്തിൽ നമുക്ക് കാണാം ദൈവത്തിൽ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. ഒരു അവകാശവുമില്ലാതെ ആമേൻ വിളിമ്പറമ്പിൽ കിടന്ന നമ്മളെ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ഹല്ലേലൂയ തിരഞ്ഞെടുത്തു. ആമേൻ ഹല്ലേലൂയ. സകല അവകാശങ്ങളും നൽകി അവന്റെ ആമേൻ മകനാക്കി മകളാക്കി തീർത്തു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ധൂർത്തപുത്രന്റെ ചരിത്രം അറിയാം. ഹല്ലേലൂയ. എല്ലാ അവകാശങ്ങളും മേടിച്ച് അവൻ കടന്നുപോയതാ. എന്നാൽ എല്ലാം നഷ്ടപ്പെടുത്തി ഒന്നുമില്ലാത്തവനായി അവൻ മടങ്ങി വരികയാ. ഹല്ലേലൂയ. അവന് തന്നെ അറിയാം. ഹല്ലേലൂയ. അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ വേലക്കാരിൽ ഒരുത്തനായിട്ട് എന്നെ കാണണം. ഹല്ലേലൂയ സ്തോത്രം. ആ അപ്പൻ എന്താണ് ചെയ്തത്? അവനെ വേലക്കാരനായിട്ടാണോ കണ്ടത്? ഹല്ലേലൂയ സ്തോത്രം. അവനെ ആദ്യമേ മോതിരം ഇടിവെച്ചു. ഹല്ലേലൂയ സ്തോത്രം. രാജകീയമായ ആമേൻ ഹല്ലേലൂയ അവന് നഷ്ടപ്പെട്ടു പോയ ആ പുത്രത്വത്തെ മടക്കി കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നല്ല വസ്ത്രം കഴിയിച്ചു. ഹല്ലേലൂയ. അവന് വേണ്ടി ഒരു കാളക്കുട്ടിയെ അറുത്തു. അവിടെ വലിയൊരു ആഘോഷം തന്നെ നടത്തി. എന്നിട്ട് അപ്പൻ പറയുന്നുണ്ട്, ഇവൻ മരിച്ചവനായിരുന്നു, ഇവനെ മടക്കി ലഭിച്ചു. ഹല്ലേലൂയ. ഇത് തന്നെയാണ് സ്വർഗത്തിലെ സന്തോഷം. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ആത്മീയമായി മരിച്ചവരായിരുന്ന നമ്മളെ അവൻ യേശു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ആമേൻ വലിയ വില കൊടുത്ത ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്ന ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുപ്പാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിലൂടെ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ പുതിയ സൃഷ്ടിക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ, നിത്യരക്ഷ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അവൻ മരണമില്ലാത്തൊരു ജീവിതം. ഹല്ലേലൂയ സ്തോത്രം. മരണമില്ലാത്തൊരു ജീവിതം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആമേൻ സ്തോത്രം ഞാൻ ചിന്തിച്ചിരുന്നത് ഈ നിത്യത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ മരണത്തിന് ശേഷം ആരംഭിക്കുന്ന ഒരു ജീവിതമാണെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം വചനം വായിച്ചപ്പോൾ ആമേൻ സ്തോത്രം എനിക്ക് മനസ്സിലായി ആമേൻ നിത്യത മരണശേഷമല്ല. ആമേൻ സ്തോത്രം ഒരുവൻ ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ മുതൽ അവന്റെ ആത്മാവിലൂടെ നിത്യജീവന്റെ ആരംഭം കുറിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഞാനും നിങ്ങളും ഇന്ന് നിത്യജീവനിലാണ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ശരീരത്തിനും ആത്മാവിനും ദേഹത്തിനും പൂർണ്ണമായ ആമേൻ ഒരു വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ നാം പൂർണ്ണമായ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ഇന്ന് നാം നിത്യജീവനിൽ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യമായ ജീവൻ. ഹല്ലേലൂയ സ്തോത്രം. നിത്യമായ രക്ഷ, നിത്യമായ ശിക്ഷയിൽ നിന്ന് യേശു കർത്താവ് നമ്മളെ നിത്യമായ രക്ഷയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. നിത്യമായ ജീവനും നിത്യരക്ഷയും പാപമോചനത്തിലൂടെ നമ്മളെ കുറ്റവിമുക്തരാക്കി തീർത്തു. റോമാലേഖനം 8:1 വാക്യം. ഹല്ലേലൂയ. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. പാപം ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ശിക്ഷ കാത്തു കിടന്ന് നമ്മളെ ഹല്ലേലൂയ സ്തോത്രം രക്ഷ നൽകി രക്ഷിച്ച യേശു കർത്താവ്. ഹല്ലേലൂയ. ക്രിസ്തുവിലാണോ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ശിക്ഷാവിധികളെ ആമേൻ യേശു കർത്താവ് ക്രൂശിൽ വഹിച്ചു. ഹല്ലേലൂയ. നിന്റെ ശാപത്തെ, നിന്റെ പാപത്തെ, നിന്റെ രോഗത്തെ ഹല്ലേലൂയ അവന്റെ അടിപ്പിണരുകളിൽ അവൻ വഹിച്ചുകൊണ്ട് ആമേൻ പാപമായിരുന്ന നിനക്ക് പകരമായി അവൻ പാപിയായി
പാപിയായി തീർന്ന് അവൻ നിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ നീതിയെ നിന്റെ മേൽ അവൻ തരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ എടുത്തിട്ട് അവന്റെ നീതിയെ നമ്മുടെ മേൽ തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. നാം ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുള്ളത്, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിനും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ന്യായവിധി ഉണ്ടെന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അത് തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലായി. ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടണം. പക്ഷെങ്കിൽ അതൊരു ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ വെളിപ്പെടുന്നത്. മറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരുന്നോ അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ തക്കവണ്ണം പ്രതിഫലം ആമേൻ പ്രാപിപ്പാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. 5 താലന്തും ആമേൻ 1 താലന്തും ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, 2 താലന്തും കൊടുത്ത ഉപമ നമുക്കറിയാം. ഹല്ലേലൂയ. 5 കൊടുത്തവൻ ആമേൻ, ഹല്ലേലൂയ, അത് 10 ആക്കി. ഹല്ലേലൂയ. ആമേൻ, 2 കൊടുത്തവൻ 5 ആക്കി. 1 കൊടുത്തവൻ കൊണ്ട് കുഴിച്ചിട്ടു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കൊടുത്ത ആമേൻ താലന്തുകൾ കൊടുത്ത ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആ മനുഷ്യൻ മടങ്ങി വരുമ്പോൾ എന്റെ താലന്തുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആമേൻ, ഇരട്ടിപ്പിച്ചവന് തിരിച്ചു കൊടുക്കുമ്പോൾ ഒന്നുള്ളവൻ കുഴിച്ചിട്ടിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനായതുകൊണ്ട് ഞാൻ അതിനെ ഹല്ലേലൂയ, സ്തോത്രം, കുഴിച്ചിട്ടു. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. വർദ്ധിപ്പിച്ചവനോട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിങ്കൽ വിശ്വസ്തനാകിയാൽ നിന്നെ ഞാൻ അധികത്തിന്റെ വിചാരകനാക്കും. ഹല്ലേലൂയ. ആമേൻ, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് അതെന്താണ്? ശുശ്രൂഷയാകട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, സാമ്പത്തിക നന്മയാകട്ടെ, ഭൗതിക നന്മകളാകട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, എന്തായിരുന്നാലും ഹല്ലേലൂയ അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ ഹല്ലേലൂയ ഇതിന് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പ്രതിഫലം വീതിക്കുന്ന ഒരു നാൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, അവന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. പ്രതിഫലം വിഭജിക്കുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യ ലേഖനം 1:3 വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. അനുഗ്രഹിക്കുമെന്നല്ല, നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന അനുഗ്രഹമാണ് ക്രിസ്തു യേശുവിൽ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, മുൻപേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിക്കുന്നത്, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, നന്മയുടെയും കരുണയുടെയും പുറകെ ഓടുക. ഹല്ലേലൂയ എന്ന കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഏറിയ കുരികിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമോ പ്രിയരെ. ഹല്ലേലൂയ, സ്തോത്രം. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നന്മയുടെയും ഹല്ലേലൂയ കരുണയുടെയും പുറകെ പോകണ്ട, നിങ്ങൾ യേശുവിന്റെ പുറകെ പിൻഗമിക്കുക. നന്മയും കരുണയും നിങ്ങളെ അനുഗമിക്കും. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഇന്ന് രാത്രി നമുക്കത് പ്രഖ്യാപിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും സഹായവും ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ലഭിക്കും. എവിടുന്ന? പുതിയൊരു സൃഷ്ടിയാകി കഴിയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നൽകും. ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. ആമേൻ. സമയം മുമ്പോട്ട് പോയല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. അടുത്ത ഒരു അനുഗ്രഹമാണ് ആമേൻ, അന്ധകാര ശക്തികളുടെ മേൽ ഉള്ള അധികാരം. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്ന ഒരു വ്യക്തിക്ക് അന്ധകാര ശക്തികളുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു അനുഗ്രഹം പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ നമ്മുടെ മേൽ ലഭിക്കുകയാണ്. ആമേൻ. ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും നമ്മുടെ മേൽ ലഭിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിച്ചാട്ടെ.
ആ അപ്പോൾ ദൈവത്തിന്റെ സമാധാനം, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ലഭിക്കാത്ത, ആമേൻ, വില കൊടുത്താൽ ലഭിക്കാത്ത ഒരു, ആമേൻ, സ്വന്തം കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന്, പലർക്കും ഇല്ലാത്ത, എല്ലാം ഉണ്ടെങ്കിലും ഹല്ലേലൂയ സമാധാനമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവീക സമാധാനം. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിക്കകത്തൂടെ പോയാലും, ഏത് വിഷയങ്ങൾക്കകത്തൂടെ പോയാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നീ നദികളിലൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. ആമേൻ, നീ തീയിലൂടെ കടക്കുമ്പോൾ അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും, ആമേൻ, നദിയുടെ ആഴങ്ങളുടെ അനുഭവങ്ങളോട് കടന്നു പോയാലും, ഇതൊന്നും നമ്മളെ ഏശാതവണ്ണം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ദൈവീക സമാധാനം നിറച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകുന്ന, ഭയമില്ലാതെ, ആമേൻ, ഉറങ്ങുവാൻ കഴിയുന്ന, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ജീവിപ്പാൻ കഴിയുന്ന നിലയിൽ ഒരു ദൈവീക സമാധാനം, ഹല്ലേലൂയ, പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വേഗത്തിൽ ഞാൻ പോട്ടെ. ആമേൻ. ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് എങ്ങനെ ജീവിപ്പാൻ കഴിയും? ആമേൻ. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ നമുക്ക് പോകാൻ കഴിയും? സ്തോത്രം. ഹാലേ. ഒന്നാമതായി, ആമേൻ, വചനത്തിൽ വേരൂന്നുക. ഹാലലിയ, സ്തോത്രം. ആമേൻ, ഹാലലിയ. മനുഷ്യനായിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, നമുക്ക്, ആമേൻ, ഈ ശരീരത്തിന് ആവശ്യമായത് ആഹാരം വേണം, വെള്ളം വേണം. ഹാലലുയ. നമ്മുടെ അകത്തെ മനുഷ്യന്, ഹാലലിയ, സ്തോത്രം, ആമേൻ, യേശു പറയുന്നു, ആമേൻ, ഹാലലിയ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഹാലലുയ. നമ്മുടെ അകത്തെ മനുഷ്യനെ, ആമേൻ, ഹാലലിയ, വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം ദൈവവചനം. ഹാലലിയ, സ്തോത്രം. സങ്കീർത്തനങ്ങൾക്കകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മളെ നേരെ നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമുക്ക് വെളിച്ചമായി തീരും ദൈവത്തിന്റെ വചനമാകുന്നു. ഹാലലിയ. അപ്പോൾ ഹാലലിയ, വചനം, ഹാലലിയ, സ്തോത്രം, ധ്യാനിക്കുകയും, ആമേൻ, ആ വചനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ, ഹാലലിയ, സ്തോത്രം, ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കോണം കഴിയും. ഹാലലുയ. രണ്ടാമത്, ആമേൻ, പ്രാർത്ഥന ഒരു ജീവിതചര്യയാക്കി മാറ്റുക. ഹാലലിയ, സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഹാലലിയ, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഹാലലുയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ, ഹാലലിയ, അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവൻ, ഹാലലിയ, സ്തോത്രം, ദൈവത്തോട് സംസാരിക്കുന്നു. ഹാലലുയ. ആമേൻ, ഹാലലുയ. പ്രാർത്ഥന, ആമേൻ, ഒരു ജീവിതചര്യയായി മാറ്റുക. ഹാലലുയ, സ്തോത്രം. വേഗത്തിൽ പോകട്ടെ. ഹാലലുയ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുക. ഹാലലുയ. എങ്ങനെ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ, ഹാലലുയ, സ്തോത്രം, നിർദ്ദേശങ്ങളെ, പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശങ്ങളെ, അവന്റെ ആലോചനകളെ, ആമേൻ, അനുസരിച്ച് മുൻപോട്ട് പോകുക. ഹാലലുയ. ആമേൻ. നമുക്കറിയാം, ശമരിയയിൽ ശക്തമായ ഉണർവ് നടക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഹാലലുയ. ഒരു മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചർച്ച അവിടെ ഉണ്ടാകും. ആമേൻ, ഹാലലുയ. അവിടെ ഫിലിപ്പോസിനെ അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തിലേക്ക് പോവുക. ഹാലലുയ, സ്തോത്രം. നിർജ്ജന പ്രദേശം, ജനവാസമില്ലാത്ത പ്രദേശം. ഹാലലുയ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക്, ആമേൻ, കീഴ്പ്പെട്ടുകൊണ്ട് താൻ, ഹാലലുയ, സ്തോത്രം, ഗസ്സയിലേക്ക് പോകുമ്പോഴാണ് തേരിലിരിക്കുന്ന ഷണ്ടനെ കാണുന്നത്. ഹാലലുയ, സ്തോത്രം. ആ യാത്രയിൽ, ഹാലലുയ, സ്തോത്രം, ഒരു ആത്മാവിനെ നേടുക മാത്രമല്ല, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു സുവിശേഷകനെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഹാലലുയ. പരിശുദ്ധ ആത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കുക. ഹാലലുയ. ഇത് നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കഴിയുന്നത്. ഹാലലുയ, സ്തോത്രം. പഴയതിനോട് വിട പറയുക. ഹാലലിയ, സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്, ദിനംതോറും നടക്കേണ്ട ഒരു പ്രോസസ്സാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നാം ജഡത്തിലായിരിക്കുമ്പോൾ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഹാലലിയ, നാം അകത്ത്, ആമേൻ, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. അത് നമുക്ക്, ഹാലലിയ, സ്തോത്രം, എപ്പോഴും നമ്മുടെ മനസ്സിനോട്, ഹാലലിയ, നമ്മുടെ ദേഹിയോട് നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം, ആമേൻ, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹാലലുയ. എന്റെ പഴയ മനുഷ്യൻ, ആമേൻ, ഹാലലുയ, മരിച്ചതാണ്. ഹാലലുയ. എന്റെ പുതിയ ജനനമാണിത്. ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഹാലലുയ. ആമേൻ, ഹാലലുയ. പഴയതിനോട് വിട പറയാൻ, ആമേൻ, ദിനംതോറും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നാം രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഹാലലുയ, സ്തോത്രം.
ആമേൻ. ആമേൻ. തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാം. ആമേൻ. ഹല്ലേലൂയ. അബദ്ധങ്ങൾ സംഭവിക്കാം. എന്നാൽ അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നമ്മളെ ആ നിലയിൽ അത് ക്ഷമിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവം വീണ്ടും നമ്മളെ വഴി നടത്തുവാൻ കൊണ്ടടിയായി തീരും. ആമേൻ ഹല്ലേലൂയ. ഇത് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് വേണ്ടതാണ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. കൂട്ടായ്മ. ഹല്ലേലൂയ. ആമേൻ. ചിലർ ചിന്തിക്കും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോരെ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു ആമേൻ നിങ്ങൾ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. സഹോദരന്മാർ ഒന്നിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കടന്നു വന്ന് കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഹല്ലേലൂയ മറ്റൊരാളുടെ വിഷയത്തെ ആമേൻ തന്റെ സ്വന്തം വിഷയമായ ആത്മഭാരത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ കാണുന്നു സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ കാരാഗ്രഹത്തിനകത്ത് ദൂതൻ ഇറങ്ങുവാനിടയായി തീർന്നു. ആമേൻ. യാക്കോബിന് സംഭവിച്ച പത്രോസിന് സംഭവിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് പുറത്തു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട്, സഭയുടെ പ്രാർത്ഥനയ്ക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പ്രാർത്ഥന, ഹല്ലേലൂയ സ്തോത്രം, ഫെലോഷിപ്പ്, ആമേൻ കൂട്ടായ്മ, വിശ്വാസികളുമായുള്ള സംസർഗം. ആമേൻ. അടുത്തത് സർവായുധ വർഗം ധരിക്കുക. ആമേൻ. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം ആമേൻ അതിന് 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ സർവായുധ വർഗം എന്താണെന്നുള്ളത് ആമേൻ വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ സർവായുധ വർഗം ധരിക്കുക. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായി ക്രിസ്തുവിന്റെ സാക്ഷികളാകുക. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ യേശുവിന്റെ ഉത്തമ സാക്ഷികളാകുക. ഹല്ലേലൂയ. ഇതിലൂടെ ആമേൻ നമ്മുടെ പുതിയ സൃഷ്ടിയുടെ ജീവിതം ആമേൻ ഹല്ലേലൂയ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഹല്ലേലൂയ. ഇനിയും ആമേൻ സാത്താന്റെ ആമേൻ പോരാട്ടം. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാകുന്നതോടെ ആമേൻ നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിക്കുകയല്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ മറ്റ് തലത്തിലുള്ള പൈശാചിക പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. എന്നാൽ ഇതിനെ അതിജീവിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഹല്ലേലൂയ. പിശാചിന് ഒരിക്കലും കടന്നു വരുവാൻ, സാത്താൻ ഒരിക്കലും കടന്നു വരുവാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു മണ്ഡലമാണ് ആമേൻ സ്തോത്രം നമ്മുടെ ആത്മാവ്. ഹല്ലേലൂയ. അതിന്ന് പുതിയ സൃഷ്ടിയാണ്. ആമേൻ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നതാണ്. എന്നാൽ അവന് കടന്നു വരാൻ കഴിയുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ നമ്മുടെ ദേഹിയിലാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. പലവിധമായുള്ള ചിന്തകൾ ആമേൻ ഹല്ലേലൂയ അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, ആമേൻ പല നിലകളിലുള്ള ഭയത്തിന്റെ, നിരാശയുടെ, ആമേൻ അഹങ്കാരത്തിന്റെ, ആമേൻ സംശയ ഈ നിലയിലുള്ള ചിന്തകൾ നമ്മുടെ ദേഹിയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ആമേൻ പൈശാചിക ശക്തി പോരാടുവാൻ തക്കവണ്ണപടിയായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആമേൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നവൻ എന്നാണ് ആമേൻ സ്തോത്രം പിശാചിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നവൻ. ഹല്ലേലൂയ സ്തോത്രം. അപവാദിയാണ് അവൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആമേൻ നമ്മുടെ ദേഹിയിൽ ഇതുപോലെയുള്ള ചിന്തകൾ ആമേൻ ഹല്ലേലൂയ കൊണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആദ്യമേ ഏദനിൽ നിന്ന് ആരംഭിച്ചത് ഇതാണല്ലോ. ആമേൻ ഹവ്വായോട് ആമേൻ സ്തോത്രം സംശയത്തിന്റെ ഒരു വിത്താണ് ഇട്ടത്. ആമേൻ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അവിടുന്നാണ് പാപത്തിന്റെ ആരംഭം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സംശയത്തിന്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, നിരാശയുടെ അല്ലെങ്കിൽ ആമേൻ ഭയത്തിന്റെ ഒക്കെ ചിന്തകൾ ആമേൻ നമ്മുടെ ദേഹിയിലേക്ക് ഇടുക. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഈ സംശയം ആമേൻ ഹല്ലേലൂയ സ്തോത്രം, അവിശ്വാസം ഹല്ലേലൂയ സ്തോത്രം, ഇതൊക്കെ ഈ ചിന്താ മണ്ഡലത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണമുള്ള പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം തകർക്കുക. ആമേൻ കർത്താവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുക. ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം നാം വചനം ധ്യാനിക്കുകയും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വായിക്കുകയും അതിനെ ധ്യാനിക്കുകയും അത് നമ്മുടെ ഹൃദയ പലകകളിൽ എഴുതുകയും ചെയ്യുക. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിപ്പാൻ തക്കവണ്ണം നാം തയ്യാറായി തീരുക. ഹല്ലേലൂയ സ്തോത്രം. നാം രക്ഷ എങ്ങനെയാണ് സ്വായത്തമാക്കിയത്? ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ
ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു ജീവനും മരണവും നാവിന്റെ അധികാരത്തിന് കീഴിലിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നാവിന്മേൽ ഹല്ലേലൂയ ദൈവം പകർന്നിരിക്കുന്ന ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ആ നിലയിൽ ഒരു ദൈവിക അധികാരം നമ്മുടെ നാവിന്മേലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ധൈര്യത്തോടെ പൈശാചിക തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രഖ്യാപിക്കണം, ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ വീണ്ടെടുപ്പ് സംഭവിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ പാപ ജീവിതത്തെയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ കാലങ്ങളിലെ നിന്റെ വീഴ്ചകളെ ഒക്കെ പിശാച് ഓർമ്മിപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം നിന്റെ അകത്ത് ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ദൈവവുമായി ഒരു ബന്ധമില്ല എന്നും ഹല്ലേലൂയ സ്തോത്രം നീ ആമേൻ ദൈവത്തെ വിളിക്കുന്നത് വെറുതെയാണെന്നും ഒക്കെയുള്ള ചിന്തകൾ കൊണ്ടുവരാം. എന്നാൽ ഹല്ലേലൂയ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുവാൻ നമുക്ക് കഴിയണം, ആമേൻ ഹല്ലേലൂയ പിശാചേ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞ നാളിലെ എല്ലാ കുറവുകളെയും എല്ലാ പാപങ്ങളെയും ദൈവം ക്ഷമിച്ചതാ. അവൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എന്റെ പാപങ്ങളെ ഏറ്റുകൊണ്ട് അവൻ മരണമടഞ്ഞതാ. എനിക്ക് വേണ്ടിയിട്ട് അവൻ അടക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകിയാൽ ആമേൻ കഴിഞ്ഞ നാളുകളിലെ ഒരു പാപങ്ങളും എന്നോട് കണക്കിടുകയില്ല. ഞാൻ ഇപ്പോൾ ക്രിസ്തുവേശുവിലാ. ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. പ്രിയരേ ഹല്ലേലൂയ. ആമേൻ. വചനം അതിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ഹല്ലേലൂയ, വചനം അതിന്റെ പ്രവൃത്തിയെ തികയ്ക്കാതെ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം വചനം അതിന്റെ പ്രവൃത്തിയെ തികച്ചേ മടങ്ങി വരികയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും ആമേൻ വിശ്വാസത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാ, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചവനാ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. എന്റെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് എനിക്ക് തുണയാ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിന്റെ നടത്തിപ്പിനനുസരിച്ച് ജീവിക്കുന്നവനാ. ഹല്ലേലൂയ സ്തോത്രം. ജഡത്തിന്റെ നടത്തിപ്പിനനുസരിച്ചല്ല, ഞാൻ ആത്മ നടത്തിപ്പിലാണ് ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ വലിയൊരു വെളിപ്പാട് ഹല്ലേലൂയ സ്തോത്രം. ഇതിനെ ഹല്ലേലൂയ സ്തോത്രം നല്ല നിലയിൽ വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സമയത്തിന്റെ പരിമിതി മൂലം ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും പറയുവാൻ കഴിയില്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ആമേൻ, നാം ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതൊക്കെ പ്രതിസന്ധിക്കകത്തൂടെ ഏതൊക്കെ വിഷയത്തിനകത്തൂടെ കടന്നുപോയാലും ആമേൻ ഹല്ലേലൂയ സ്തോത്രം, നാം ഒന്ന് ഓർത്തിരിക്കുക, നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. ഹല്ലേലൂയ. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ഇതാ സകലതും പുതിയതായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആമേൻ ക്രിസ്തുവിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി വിശുദ്ധിയുടെ അനുഭവത്തിലൂടെ നാം ഈ ദിവസങ്ങളിൽ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നു. ആമേൻ. നാളെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു തേജസ്കരണമുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തുവിന് മുൻപേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്ന നാമോ അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഈ പ്രത്യാശ, ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ സ്തോത്രം ആഴത്തിൽ പതിയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നിത്യത നഷ്ടപ്പെടുമോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലേ ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഹല്ലേലൂയ കർത്താവ് നിത്യത വെച്ചിരിക്കുകയാ. ആമേൻ. നമ്മുടെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ആത്മാവിന്ന് ചലിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധ ആത്മാവിന്റെ നിയോഗത്തിനനുസരിച്ചാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ ഈ ഉത്തമമായ ബോധ്യം ഹല്ലേലൂയ, നമ്മൾ പഴയ മനുഷ്യരല്ല, ആമേൻ, മറിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി മുൻപോട്ട് നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ഈ ചിന്ത ഹല്ലേലൂയ ആമേൻ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴും അതിനു മുമ്പിൽ നമ്മുടെ വചനം ഹല്ലേലൂയ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം, പ്രൊക്ലെയിം ചെയ്യുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആമേൻ വചനം അത് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് അതിന്റെ പ്രവൃത്തിയെ തികയ്ക്കും. ആമേൻ
ആമേൻ ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും എതിരെ വരുന്ന ആമേൻ ഹല്ലേലൂയ എല്ലാ പൈശാചിക തന്ത്രങ്ങളെയും അതിജീവിപ്പാൻ ആമേൻ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുക, ഹല്ലേലൂയ കൺഫസ് ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ വചനം നമുക്ക് തുണയായി തീരും. ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ വീണ്ടും ജനനം പ്രാപിച്ച് ആമേൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി ആമേൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ഉത്തമമായ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ദിനംതോറും ഭരിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ ദിവസവും ഹല്ലേലൂയ. അതുകൊണ്ട് നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. ഹല്ലേലൂയ സ്തോത്രം. സകലകാലങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത് അവനവന്റെ രാജ്യത്തിൽ മക്കളും അവകാശികളുമാക്കി വെച്ചു, രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചു. ഹല്ലേലൂയ ആമേൻ. ആ നിലയിൽ നമ്മളെ അനുഗ്രഹിച്ച് ആമേൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ വഴി നടത്തുമാറാകട്ടെ. ഇത് ഹൃദയത്തിനകത്ത് ദിനംതോറുമുള്ള ഒരു ചിന്തയായി മാറട്ടെ. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവസരം തന്ന വാത്സല്യ കുടുംബത്തോട് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ.